പാകിസ്ഥാൻ്റെ 6 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തു. കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സംഘർഷാവസ്ഥ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെ തകർത്ത വാർത്ത ഇപ്പോഴാണ് പുറത്തു വിടുന്നതെന്ന് പറയുന്നത് ചാനലുകളിലൊക്കെ വാർത്ത വരുന്നു. 24-ൽ കണ്ടല്ലേ? അതെ, 24-ൽ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തിരുന്ന പെട്ടെന്ന് ഈ വാർത്ത വരുന്നത്. നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ജൂൺ 4-ന് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. ജൂൺ 4-ന് വിയോൺ WION എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലുണ്ട്. വലിയ ചാനലാണ്. 10 ലക്ഷം 10 മില്യൺ വ്യൂവർഷിപ്പ് ഉള്ള ചാനലാണ്. അവർ ജൂൺ 4-ന് സെയിം വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ 6 ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു. ഇത് അന്ന് തന്നെ വന്ന വാർത്തകളാണ്. ചൈനീസ് നിർമ്മിത J-17 അല്ലേ, അതെ, വിമാനങ്ങളൊക്കെ നമ്മൾ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് അത് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ 24-ൽ പറയുന്നത് വ്യോമസേനാ മേധാവി എവിടെയോ ബാംഗ്ലൂരിലോ എവിടെയോ വെച്ചു സ്ഥിരീകരിച്ചു എന്ന് ചടങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാണ് വാർത്ത വരുന്നത്. പക്ഷേ ഇതേ വാർത്ത ജൂൺ 4-ന് ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന ഓഗസ്റ്റ് 10 അല്ലേ? അതെ, ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 ഇരിക്കുമ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പ് ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. എല്ലാ ചാനലുകളിലും വന്നിരുന്നു. ഓൺലൈൻ ചാനൽ ഇപ്പോൾ ഈ പറഞ്ഞ ചാനലിൽ തന്നെ ഏതാണ്ട് 4 ലക്ഷം ആളുകളോളം ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ വിവരം എടുത്തിട്ടാണ് ഒരു പക്ഷേ ഈ നമ്മുടെ മലയാളം ചാനലുകൾ പെട്ടെന്ന് കൊടുത്തത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പുതിയ വാർത്ത ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് എൻ്റെ ലിങ്ക് കിട്ടിയപ്പോൾ ഒരു പുതിയ വാർത്തയായി തോന്നിയിരിക്കും. ഇനിയിപ്പം വ്യോമസേനാ മേധാവി എവിടെയെങ്കിലും പറഞ്ഞതായി നമ്മൾ ന്യൂസ് ലിങ്കൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയം വരെ വന്നിട്ടില്ല. ഏതായാലും 24 ഇത് പറഞ്ഞത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന വാർത്തയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ നാട് നീളെ നടന്നിട്ട് നമ്മുടെ എത്ര വിമാനം പോയി എന്നൊക്കെ ചോദിക്കുകയും കോട്ടയത്തുള്ള ഒരു വിവരദോഷിയായ കോട്ടയം MP പോലും പാർലമെൻറ്റിൽ പോയിട്ട് നമ്മുടെ വിമാനം വീണു എന്നുള്ള കണക്കങ്ങ് നിരത്തുമായിരുന്നു. ഒന്ന് അവിടെ വീണു, ഒന്ന് ഇവിടെ വീണു, ഒന്ന് മറ്റിടത്ത് വീണു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കണക്ക് പറയായിരുന്നു. കാരണം ഇത് പറഞ്ഞതുകൊണ്ടൊരു ഗുണമുണ്ടായി. ആ MP-യെ, കോട്ടയം MP-യുടെ പേര് നമ്മൾ പറയുന്നില്ല. കാരണം രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന രാജ്യദ്രോഹ നിലപാടുകൾ പറയുന്നവരുടെ പേര് പോലും പറയാൻ നമ്മൾ അറയ്ക്കണം. അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. പാകിസ്ഥാൻ ടെലിവിഷനിൽ കോട്ടയം MP-യെ റബ്ബർ പള്ളികളൊന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, സ്വന്തം മണ്ഡലത്തിൽ നേതാവ് തോറ്റുപോകുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ MP-യാണ് ഈ പാർലമെന്റിൽ വന്ന് പാകിസ്ഥാൻ മീഡിയ എന്തു പറയുന്നോ അത് അതേപടി നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ടെലിവിഷനിലെല്ലാം അയാൾ വലിയ താരമായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ മഹാന്റെ മകനാണ്. ഈ വളരെ മാന്യനായിട്ട് നമ്മൾ കരുതിയ ഒരാളാണ്. എന്തോ പിച്ചും പെയ്യും പറയുന്ന പോലെ പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ ശത്രുക്കൾ പറയുന്ന നിലപാട് പാർലമെന്റിൽ പോയി പ്രസംഗിച്ചത്. അപ്പോൾ ഏതായാലും രാജ്യത്തെ വിശ്വസിക്കുന്ന ആളുകൾ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ നമ്മുടെ സൈന്യം പറയുന്നതാണ് പറയേണ്ടത്, അല്ലാതെ നമ്മുടെ ശത്രുരാജ്യം പറയുന്നതല്ല കൊണ്ടാടേണ്ടത്. പക്ഷേ ഇവരെ നയിക്കുന്ന നേതാവ് ഈ പറഞ്ഞ പോലെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും നിരാകരിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും രാജ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റിനോട്, ഇന്ത്യൻ ഭരണകൂടത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഞാനെന്ന് പറയുകയും ചെയ്ത ഒരു അധമനായ ഒരു മനുഷ്യൻ നയിക്കുന്ന പ്രതിപക്ഷം നമുക്കുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ അതിന് മറുപടിയെ പോലെ അങ്ങനെയല്ല, പാകിസ്ഥാൻ്റെയാണ് വീണതെന്ന് 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് അഭിമാനം ഉണ്ടാവുന്നതാണ്. കാരണം ഒരു സ്ഥിരീകരണം വരികയാണ്, നമുക്കല്ല പോയത്, പാകിസ്ഥാനാണ് പോയത്. പാകിസ്ഥാൻ്റെ ഈ വാർത്തയിൽ ജൂൺ 4-ന് വിയോൺ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതായത് പാകിസ്ഥാന് 6 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൂടാതെ 10 UCAVകൾ, അതായത് അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ, അതായത് മനുഷ്യനില്ലാതെ ആകാശത്ത് പറക്കുന്ന വിമാനം തന്നെ, ഡ്രോണൊന്നുമില്ല, മനുഷ്യനില്ലാത്ത വിമാനങ്ങൾ, അത്തരം 10 UCAV, ഓരോന്നിനും കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ്. വിമാനങ്ങളുടെ തന്നെ വലിപ്പമുള്ള മിസൈലുകളൊക്കെ വഹിക്കാൻ പറ്റുന്ന കൂറ്റൻ ഡ്രോണുകൾ എന്ന് പറയാം. കൺട്രോൾ റൂമിൽ ഇരുന്ന് നിയന്ത്രിക്കാം, മറ്റു വിമാനങ്ങളിലിരുന്ന് നിയന്ത്രിക്കാം. ഇപ്പോഴത്തെ പണ്ടൊക്കെ താഴെ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർമാർ ഉപയോഗിക്കുന്ന പോലെ താഴെ റിമോട്ട് അങ്ങനെയല്ല, അങ്ങനെ അതിൻ്റെ വലിയ സംവിധാനങ്ങൾ ഗ്രൗണ്ടിലിരുന്ന് നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ ഫൈറ്റർ ജെറ്റുകളിലിരുന്ന് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ഏതായാലും അത്തരം 6 ഫൈറ്റർ ജെറ്റുകൾ വീണു, 10 UCAVകൾ വീണു. അതുകൂടാതെ വേറൊരു വിവരം കൂടെ ഈ വാർത്തയിലുള്ളത്, ഈ ട്രാൻസ്പോർട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കൂറ്റൻ ചരക്ക് വിമാനങ്ങളുണ്ട്. C-130, C-130 എന്ന് പറയുന്ന കൂറ്റൻ ചരക്ക് വിമാനത്തിൽ ഒന്നും കൂടെ ഇന്ത്യ വെടിവെച്ചിട്ടു. പട്ടാളത്തെയോ അല്ലെങ്കിൽ സൈനിക സന്നാഹങ്ങളോ ഒക്കെ കൊണ്ടുപോയിരുന്ന വിമാനമാണ്. നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചപ്പോൾ തകർത്തു എന്ന് പറയുന്നത്. ഈ തകർന്ന വിമാനങ്ങളിലൊന്ന് സ്വീഡനിൽ നിന്ന് ഇവർ വലിയ വിലയ്ക്ക് വാങ്ങിയ ഒരു അബാക്സ്
വിമാനം, അതായത് ഇലക്ട്രോണിക് സിഗ്നലുകളൊക്കെ നേരത്തെ മനസ്സിലാക്കി എയർലി വാർണിംഗ് സിസ്റ്റമാണ് അവാക്സ്. അതായത് വിമാനങ്ങളോ മിസൈലുകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ മുമ്പേ തന്നെ അവയെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. അതായത് ഒരു വിമാനം പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു മിസൈൽ പുറപ്പെടുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ആധുനിക റഡാറുകളൊക്കെ ഉപയോഗിച്ച്. അതാണ് അവാക്സ് വിമാനങ്ങൾ. അവാക്സ് വിമാനം ഒന്ന് തകർത്തു. പക്ഷെ ആ സമയത്ത് നമ്മൾ ആ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ കേട്ട പാകിസ്ഥാനാകെ 4 അവാക്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 എണ്ണവും നമ്മൾ തകർത്തതാണ്. ഈ വാർത്തയ്ക്കകത്ത് പക്ഷേ ഒന്നെന്നാണ് പറയുന്നത്. 2 അവാക്സുകൾ തകർത്തു. അതിൽ ഒരെണ്ണം ബൊലാറി എയർബേസിൽ ഉണ്ടായിരുന്ന ഒരു അവാക്സാണ് തകർത്തത് എന്നൊക്കെ പറഞ്ഞാൽ അന്നേ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 24 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത മലയാളം ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ആധാരമെന്ന് എനിക്ക് തോന്നിയ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ബിയോണ്ടിൻ്റെ ഈ വാർത്തയാണ്. അതിനകത്ത് പറയുന്നത് 6 യുദ്ധവിമാനങ്ങൾ, ഒരു ചരക്ക് വിമാനം C-130. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്രപ്രധാനമായ വിമാനമാണ്. യുദ്ധവിമാനത്തോളം തന്നെ പ്രാധാന്യം ഈ ചരക്ക് വിമാനങ്ങളുണ്ട്. കാരണം യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധഭൂമിയിലേക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, ചിലപ്പോൾ പാറ്റൻ ടാങ്ക് പോലെയുള്ള ടാങ്കുകളൊക്കെ അത് കയറ്റിക്കൊണ്ടുപോകാം. അത്തരം സംവിധാനങ്ങൾ, ചെറിയ ഹെലികോപ്റ്ററുകളെ കയറ്റിക്കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ ഈ F-35 തിരുവനന്തപുരത്ത് വന്നല്ലോ. അതാദ്യം ആലോചിച്ചത് പൊങ്ങുന്നില്ലെങ്കിൽ അവരുടെ ചിറകൊക്കെ അഴിച്ചിട്ട് അവരെ ഈ വലിയ ട്രാൻസ്പോർട്ട് വിമാനത്തിനകത്ത് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ വിമാനങ്ങളെ വരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ടാങ്കുകളെ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഉത്തരകാശിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ആർമി ഹെലികോപ്റ്റർ ഒരു JCBയെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. JCBയെ തൂക്കിയിട്ട് പൊക്കിയെടുത്ത് പറഞ്ഞുകൊണ്ട് പോവാണ്. അവിടെ കൊണ്ടുപോകാൻ അവിടെ എത്താൻ മാർഗമില്ലല്ലോ. നേരെ അവിടെ കൊണ്ട് ഇറക്കാൻ വേണ്ടി JCBയെ കെട്ടിത്തൂക്കി കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ഒരു JCBക്ക് എന്തൊരു വലിപ്പമാണല്ലേ, എന്തൊരു ഭാരമാണ്. അതിനെ ഉരുക്ക് പടം കൊണ്ട് കെട്ടി പിന്നെ പറത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വളരെ നിർണായകമായ വിമാനമാണ് C-130 എന്ന് പറയുന്നത്. അത്തരം ഒരു വിമാനം തകർത്തു എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഏതായാലും ഈ ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പ്രതിപക്ഷം ഉള്ള നാട്ടിൽ ഈ വാർത്ത ഇത്തിരി വൈകിയാണെങ്കിലും ഈ വാർത്ത വന്നപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഇന്ത്യക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ആലോചിക്കുന്നത് ഇന്ത്യയുടെ 6 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, 5 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. ഇതാണല്ലോ വർഷം 6 എണ്ണം 5 എണ്ണം നിരവധി നഷ്ടപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചത്. ചൈനക്കാർ ഇന്ത്യയുടെ ഭൂമി കയ്യേറി, ഇയാൾ കണ്ടോ, ഇയാളുടെ തെളിവുണ്ടോ, ഇയാൾ അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ സുപ്രീം കോടതി ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാരെ നിരന്തരം ആക്രമിച്ച് അടിച്ചൊതുക്കി കൊന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, ഇയാൾ ഇതുപോലെ കണ്ടോ? അത് മാത്രമല്ല, ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടർക്കും പരിക്ക് പറ്റില്ലേ? ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഏകപക്ഷീയമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ, അല്ല റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ റഷ്യ ഉക്രൈനെ മാത്രമേ അടിക്കാവുള്ളൂ, തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടാൻ പാടില്ല എന്ന് പറയാൻ പറ്റും. യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അവസാനം കൂടുതൽ കരുത്തുള്ളവൻ ജയിക്കും, കൂടുതൽ മികച്ച സ്ട്രാറ്റജി ഉള്ളവൻ, കരുത്ത് മാത്രം പോരാ, മികച്ച യുദ്ധതന്ത്രങ്ങളുള്ളവൻ ജയിക്കും. ഇതാണ് എല്ലാ യുദ്ധങ്ങളിലും നടക്കുന്നത്. ഒരു യുദ്ധത്തിലും ഒരാൾക്ക് ഒരു ഭാഗത്തിന് മാത്രമായി പരിക്ക് പറ്റത്തില്ല. സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. എന്നിട്ടാണ് ചോദിച്ചത്, ഇയാൾ ഇന്ത്യക്കാരൻ തന്നെയാണോ? ഒരു ഇന്ത്യക്കാരനും ഇങ്ങനെ പറയത്തില്ലല്ലോ എന്ന് സുപ്രീം കോടതിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെയാണ് നമുക്ക് ഇന്ത്യക്ക് എത്ര വിമാനം പോയി ഇപ്പോൾ പറയണം. ഇത് പറഞ്ഞു കേട്ട രാവിലെ അമിത്ഷായും യോഗി ആദിത്യനാഥും രാജ്നാഥ് സിംഗും മോദിയും കൂടെ ഓരോ വിമാനം എടുത്ത് പറപ്പിച്ചുകൊണ്ട് പോയി. അത് ചിലതൊക്കെ വീണുപോയി. ഇവന്മാർ പറപ്പിച്ചുകൊണ്ടാണ്. അപ്പം പറ എവിടെ പോയി വിമാനം എന്ന് പറയാം. യുദ്ധമല്ലേ, ചിലപ്പോൾ വിമാനങ്ങൾ വീണ് കാണും. ഇപ്പോൾ ഈ റഫേൽ വിമാനങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ CEO തന്നെ പറഞ്ഞു, ഞങ്ങളുടെ 25 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ഒറ്റ വിമാനം പോലും യുദ്ധത്തിൽ വീണിട്ടില്ല. ഇന്ത്യയുടെ ഒരു റഫേൽ പോയി. അത് നമുക്ക് തന്നിട്ടുള്ള വിമാനങ്ങൾ പരിശീലന വിമാനങ്ങളുമുണ്ട്, മറ്റേ യുദ്ധത്തിലുള്ള വിമാനങ്ങളുണ്ട്. ഈ പരിശീലന വിമാനങ്ങൾ പറപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത ഉയരത്തിന് മുകളിൽ പറക്കാൻ പാടില്ല. അങ്ങനെ പറപ്പിച്ചതുകൊണ്ടാണ് ഇത് ക്രാഷ് ആയതെന്നും പറഞ്ഞ് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. കാരണം ചൈന വ്യാപകമായിട്ട് റഫേൽ കൊള്ളത്തില്ല, റഫേൽ വീണു എന്ന് പറഞ്ഞ് കാമ്പയിൻ നടത്തിയപ്പോഴാണ് അവർ മറുപടിയായിട്ട് വന്നത്, അങ്ങനെയല്ല, ഞങ്ങളുടെ 25 വർഷത്തിനിടയ്ക്കിൽ ഒരു യുദ്ധത്തിലും റഫേൽ വീണിട്ടില്ല. ആകെ വീണിട്ടുള്ളത് ഇന്ത്യയിലൊരെണ്ണം വീണു. അത് പക്ഷേ പരിശീലന പറക്കലിനുള്ള വിമാനം, ട്രെയിനിങ് വിമാനമാണ് വീണത്. അത് പൈലറ്റിൻ്റെ പിഴവ് കൊണ്ടാണെന്ന് പറയുകയും ചെയ്തു. നമ്മുടെ വിമാനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ഒരു വിമാനം തകർന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെബ്രി,
ഒരുപാട് പ്രദേശങ്ങളിൽ ചിതറി വീഴും അല്ലേ? അതെ. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടാവും. അത് കണ്ടെത്താൻ ആർക്കും കഴിയും. അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയതുപോലെ ഈ പപ്പുക്കുട്ടൻ എന്ത് ചെയ്യും? അതും തലയിൽ വെച്ചുകൊണ്ട് കണ്ടില്ലേ പാകിസ്ഥാൻ വെടിവെച്ചിട്ട നമ്മുടെ വിമാനം എന്ന് പറഞ്ഞ് നടക്കും. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. ഇപ്പോൾ കാനഡയ്ക്കെതിരെ ട്രംപ് ഉപരോധം ഏർപ്പെടുന്നു, അല്ലെങ്കിൽ താരിഫ് കൊണ്ടുവരുന്നു, ബ്രസീലിനെതിരെ കൊണ്ടുവരുന്നു, ചൈനയ്ക്കെതിരെ കൊണ്ടുവരുന്നു, റഷ്യക്കെതിരെ കൊണ്ടുവരുന്നു. അവിടെയൊക്കെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തോട് കളിക്കാൻ വരണ്ട, പോയി പണി നോക്കടാ ട്രംപ് എന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച്. ഇവിടെയോ? ഇവിടെ എങ്ങനെ വന്നാലും എന്ത് താരിഫ് ഏർപ്പെടുത്തിയാലും എൻ്റെ പൊന്ന് ട്രംപേ, നിങ്ങൾ 1000% താരിഫ് ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ല, ഈ മോദി ഒന്ന് വിഷമിച്ച് കണ്ടാൽ മതി എന്ന് പറയുന്ന മനോഭാവത്തിലാണ് നമ്മുടെ രാജ്യത്തെ ആളുകൾ നിൽക്കുന്നത്. ആ സമയത്ത് ഇത്തിരി പഴയ വാർത്തയാണെങ്കിലും ഇത്തരം വാർത്തകളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതെ, ഒരു ദേശീയ ബോധമുണ്ടാക്കും, നമുക്കൊരു ആത്മവിശ്വാസം കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാർത്തകൾ വീണ്ടും വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.